എന്തായാലും നായകനെ കാത്തിരിക്കുമ്പോൾ പ്രതികരണങ്ങൾക്ക് ഒരു കുറവുമില്ല നിലമ്പൂരിൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കാരണം പ്രതിപക്ഷ നേതാവിന്റെ സമീപനം എന്ന് പറയുകയാണ്. പി.വി. അൻവർ UDF-ന് പിന്തുണ നൽകാനാണ് ആദ്യഘട്ടത്തിൽ താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ വി ഡി സതീശന്റെ തന്നോടുള്ള സമീപനം അത് വളരെ മോശമായിരുന്നു. നേരത്തെയും പറഞ്ഞ കാര്യമാണ്. അത് ഈ വോട്ടെടുപ്പിന് ശേഷം ഒന്നുകൂടി പറയുകയാണ്. വി ഡി സതീശന്റെ തന്നോടുള്ള സമീപനം കാര്യങ്ങളെ മാറ്റിമറിച്ചു എന്ന് പറയുകയാണ് പി.വി. അൻവർ എന്ന് ആവർത്തിക്കുകയാണ് പി.വി. അൻവർ. ആ പ്രതികരണം കേൾക്കാം. പി.വി. അൻവർ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം ഇതുപോലെയും ആകുമായിരുന്നില്ല. നമ്മൾ പരിപൂർണമായും പിണറായി സത്തിനെതിരെ തകർക്കാൻ UDF-ന് മനസ്സാവാച പിന്തുണ കൊടുത്ത് വന്നെടുത്ത് എൻ്റെ പെടലിക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളിയതാണ് പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ കണ്ടതാണ്. ആ ഘട്ടത്തിലാണ് ഇവിടെ ഈ മത്സരത്തെ നേരിടുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തുകൊണ്ടാണ് ഹാപ്പിയാവുന്നത്? ഇവർ ജനത്തെ വെല്ലുവിളിച്ചു, ആ ജനം തിരിച്ച് അവരെ വെല്ലുവിളിച്ചു. നിലമ്പൂരിലെ എല്ലാ വീട്ടിൻ്റെ അടുക്കളയിലും പോയി എന്താ പറയുക, കാവലിരുന്ന് കാല് പിടിക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും MLA-മാരും പാർട്ടി നേതാക്കളും എത്തിച്ചു. ജനത്തിൻ്റെ വില എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തു പി.വി. അൻവർ. ഞാൻ ജയിച്ചു നിൽക്കുകയാണ്. ഇതിലും വലിയ ജയം ഞങ്ങൾക്ക് എന്താ വേണ്ടത്? അത് തന്നെയാണ് ജയം. ഞാൻ ജയിച്ചു നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം 1-ാം സ്ഥാനത്ത് ജനങ്ങളാണ്, 2-ാം സ്ഥാനത്ത് ആര് വരുന്നു എന്ന് തീരുമാനിച്ചാൽ മതി എന്നാണ്. എന്തായാലും എന്ത് പ്രതികരണം നടത്തിയാലും വാദപ്രതിവാദങ്ങൾ ഉണ്ടായാലും അതിനൊക്കെ ആയുസ് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ്.